Hello, welcome back to my channel and I'm your cybercoders. അപ്പോൾ നമ്മൾ ഇന്നലെ ഡേ 1 ഓഫ് അഡ്വെന്റ് ഓഫ് സൈബർ 2023 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡേ 2 പോവാം. ഓക്കെ, സോ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിവിടെ 3 മന്ത്സിൻ്റെയും അതേപോലെ 45 ഡേയ്സിൻ്റെയും സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 3 മന്ത്സ് എന്ന് പറയുമ്പോൾ അതിൽ സോക്ക് ഉണ്ടായിരിക്കും, വെബ് ആപ്പ് ആൻഡ് ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും, ബഗ് ബൗണ്ടി ഉണ്ടായിരിക്കും. ഒരു കരിയർ സ്വിച്ച് ടു സൈബർ സെക്യൂരിറ്റി എന്ന രീതിയിലാണ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അത് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൊടുക്കുന്നുണ്ട്. ഓഫ്ലൈൻ വരുന്നത് ഇവിടെ കാലിക്കറ്റ് ആയിരിക്കും, ഓൺലൈനും കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റ് ത്രൂ ലൈവായിട്ട്. ദെൻ 45 ഡേയ്സിൻ്റെ എന്ന് പറയുന്നത് അതൊന്നെങ്കിൽ സോക്ക് ആയിരിക്കാം അല്ലെങ്കിൽ വെബ് ആപ്പ് ആൻഡ് ടെസ്റ്റിംഗ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഏതിലെങ്കിലും നിങ്ങൾക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കം ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പേഴ്സണലി എന്നെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ തന്നെ ബാച്ചസ്, ഓൺലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. February 1 ഓഫ്ലൈൻ ബാച്ചസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം എടുത്തത്. നമുക്കിനി എന്തെങ്കിലും ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. സോ യെസ്, അപ്പോൾ നമ്മുടെ ഇപ്പോൾ വരുന്നത് ടാസ്ക് 8 ആണ്, ലോഗ് അനാലിസിസ്. നമുക്കിവിടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിടാം. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടോ, അത് ചെയ്തിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് വായിച്ചു പോകണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും എന്നോടൊപ്പം ഇരുന്ന് വായിച്ചോളൂ. മെഷീൻ അവിടെ സ്റ്റാർട്ട് ആവട്ടെ. ഇത് ഞാൻ ഹൈഡ് ചെയ്തിടാം. വാക്ക് ത്രൂ വീഡിയോ ഒന്നും വേണ്ട, ഇത് തന്നെ ഒരു വാക്ക് ത്രൂ അല്ലേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാൻ നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് സൊല്യൂഷൻസ് ഡിസ്ക്രിപ്ഷൻസ് വായിക്കാറുള്ളൂ. ഓപ്പൺ ദ നോട്ട്ബുക്ക് വർക്ക്ബുക്ക് located in the directory on the VM. Use what you have learned today to analyze the packet capture. ഓക്കെ, ലോഗ് അനാലിസിസിൻ്റെ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിലോട്ട് പോയിട്ട് സ്പ്ലിറ്റ് വ്യൂ കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗെറ്റ് an introduction to what is data science involves and how it can be applied in cybersecurity. Get a gentle introduction to Python. Get to work with some popular libraries such as pandas and matplotlib to crunch data. So fine, ഡാറ്റാ സയൻസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറേ ഒരു ബൾക്ക് ഓഫ് ഡാറ്റാസ് ഉണ്ടായിരിക്കും. ആ ഒരു ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അനാലിസിസ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഡാറ്റാ സയൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രോസസ്സിംഗ്, ഡാറ്റ മൈനിങ്, ഇതൊക്കെ ഓരോരോ റോളുകളാണ് വരുന്നത്. അനാലിസിസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഇനി സൈബർ സെക്യൂരിറ്റിയിലെ ഡാറ്റാ സയൻസ് എങ്ങനെയാണ് വരുന്നത്. The use of data science is quickly becoming more frequent in cybersecurity because of its ability of offer insights. Analyzing data such as log events leads to intelligent understanding of ongoing events within an organization. ഇത് ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി. ഇനി ജൂപ്പിറ്റർ നോട്ട്ബുക്കിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്, അതൊന്നും നമുക്ക് നിങ്ങൾ വായിച്ചോളൂ, എനിക്കത്ര ആവശ്യമില്ല. ദെൻ ഇതൊന്ന് ലോഗിൻ ചെയ്യാം നമുക്ക്. പാസ്വേഡ് അതിൽ ഓൾറെഡി ഉണ്ടല്ലോ. പൈത്തൺ 3 നോട്ട്ബുക്ക് എടുക്കാം നമുക്ക്. ഞാൻ ഒന്ന് മാക്സിമൈസ് ചെയ്യട്ടെ കേട്ടോ. സ്പ്ലിറ്റ് വ്യൂ ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് മാക്സിമൈസ് എടുക്കാം. ഓക്കെ, ഇപ്പോഴത്തെ നിർത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വലുതായിട്ട് കിട്ടും. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ടൈപ്പ് ചെയ്യാമെന്നാണ് പറയണത്. ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ അങ്ങനെയാണ്, ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഞാൻ ഇവിടെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. പ്രിന്റ് പൈത്തൺ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ പൈത്തണിൻ്റെ കോഴ്സ് ഉണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ടു സൈബർ ഗോഡസ്. അപ്പം അതവിടെ പ്രിന്റ് ആയിട്ട് വരും. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒന്ന് ചെറിയൊരു ഇൻട്രോ പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു ഹെഡിങ് ടൈപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കോഡാണ്. പകരം എനിക്കൊരു ഹെഡിങ് ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്താണെന്നറിയോ, ഇവിടെ കോഡ് മാറ്റിയിട്ട് മാർക്ക് ഡൗണോ റോയോ ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പോൾ തൽക്കാലം കോഡ് മതി, അതുകൊണ്ട് ആ ഒരു കോഡ് അവിടെ എടുത്താൽ മതി. റൺ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും പറഞ്ഞു നോക്കുന്നത്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലേ, മൂവപ്പ്, നിങ്ങൾക്ക് കേഴ്സ് ഓവർ ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, അത് ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടിയും പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്യാം. ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തൊന്നുകൂടെ റൺ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാനായിട്ടും പറ്റും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇവിടെ മൂവപ്പ് ആരോ ഉണ്ടല്ലോ, അത് ഞെക്കിയാലും മതി. അതതിന് ഇൻട്രോ ആണ്. ഇനി എന്ത് ചെയ്യാം, പൈത്തൺ 3യുടെ ക്രാഷ് കോഴ്സ് ആണ് ഇവിടെ കൊടുത്തു നോക്കുന്നത്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് പൊക്കോളൂ. ഇവിടെ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പാൻഡാസിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലാബിൽ ഡാറ്റ സയൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ അത് ഗോ ത്രൂ ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, ഹൗ മെനി പാക്കറ്റ്സ് പെർ ക്യാപ്ചേർഡ്, ഏത് ഫയലാണ്, നോട്ട്ബുക്ക് വർക്ക് ബുക്ക് എന്നുള്ളൊരു ഫയല് ഈ ഒരു ഫോൾഡറിനുള്ളിലുള്ളതാണ്. നമുക്ക് അതൊന്ന് നോക്കട്ടെ ആദ്യം. ഇവിടെ ഉണ്ടല്ലേ, അത് ഇങ്ങനെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇതിനുള്ളിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. എനിക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു CSV ഫയൽ കിടപ്പുണ്ടല്ലോ, അപ്പൊ ഇതിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഏതായിരുന്നു, ഓപ്പൺ ദ വർക്ക് ബുക്ക് ലൊക്കേറ്റഡ് ഡയറക്ടറി എന്ന് ക്യാപ്സ്റ്റോൺ VM. ഓക്കെ, അത് ലേൺ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു CSV ഫയൽ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഹൗ മെനി പാക്കറ്റ്സ് വർ ക്യാപ്ചേർഡ് ലുക്കിംഗ് അറ്റ് ദ പാക്കറ്റ് നമ്പർ. പാക്കറ്റ് നമ്പർ ഇതാണ് പേര്, പാക്കറ്റ് നമ്പർ. ഓക്കെ ഫൈൻ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ്, അയ്യോ ഇതല്ല, ഞാൻ അത് കോപ്പി ചെയ്തില്ലേ, കോപ്പി. ഇത് കമൻ്റ് ആണ് കേട്ടോ. ഹാഷ് എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പൈത്തണിൽ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ കൊടുക്കുന്നു DF. ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് പാൻഡാസ് ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. 1 സെക്കൻഡ്, ഇമ്പോർട്ട് പാൻഡാസ് PD എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. യെസ്, ഇവിടെ ഉണ്ട്. ഈ അതേ കിടക്കണു, ഇതാണ് ആൻസർ, അതന്നെ. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്യണു, നമുക്ക് റൺ ചെയ്യാം. അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതാണ് ഇതെടുത്ത് നോക്കാം. ഇത് രണ്ടും കോപ്പി ചെയ്ത് നോക്കാം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോപ്പി ചെയ്ത് റൺ ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ DF എന്നുള്ളതൊരു വേരിയബിൾ നെയിമാണ്. PD എന്ന് പറയുന്നത് പാൻഡാസിൻ്റെ ഇപ്പോൾ ഷോർട്ട് ഫോം ആണ്. PD.read.csv എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ നെറ്റ്വർക്ക് ട്രാഫിക് .csv എന്നുള്ള ആ ഒരു CSV ഫയലിനെ റീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഹെഡ് എന്നുള്ള ഫംഗ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ആദ്യത്തെ 5 എലമെന്റ്സ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ പാൻഡാസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൗ മെനി പാക്കറ്റ്സ് പെർ ക്യാപ്ചർഡ്, എത്ര പാക്കറ്റ് ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ കൗണ്ട് എടുക്കാം. എങ്ങനെയാ, df.count എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. ഞാനത് റൺ ചെയ്യാം. പാക്കറ്റ് നമ്പറിന്റെ കൗണ്ട് എത്രയാണ് നോക്കുന്നത്, 100 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 100 എന്ന് കൊടുത്ത് നോക്കാം. യെസ്. ഇനി what IP address and the most amount of the traffic during the packet capture. So അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാ, ഇതിൽ നമുക്കിപ്പോൾ what IP address and the most amount of data. അപ്പോൾ ഇതിനായിട്ട് IP അഡ്രസ് ഏത് ഫീൽഡാണ് നോക്കട്ടെ, സോഴ്സ്. ഓക്കെ, സോഴ്സ് എന്നുള്ളൊരു ഫീൽഡാണ് IP അഡ്രസ്സിന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ പാൻഡാസ് പഠിച്ചാൽ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ ഒരു ഇതുണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരത്തില്ല. ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഈ ഒരു പാൻഡാസിൽ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ബൈ നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നു, ഡോട്ട്. ഇനി അതിൻ്റെ സൈസ് എടുക്കണം, ഏതിനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് അയച്ചു നോക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈസ് എടുക്കണം. സൈസ്
ഏതിലാ കൂടുതൽ നോക്കുന്നേ? 11 അല്ലേ? അല്ലല്ലോ. ഇതോ? ദിസ് വൺ ആണെന്ന് തോന്നുന്നു. 15. ഇത് കോപ്പി ചെയ്യണു, ഇവിടെ പേസ്റ്റ് ചെയ്യണു, സബ്മിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് പ്രോട്ടോകോൾ? ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പാണ്ടാസിന്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയൽ പോലെ ഇതിൽ ഷെയർ ചെയ്തിടാം. പാണ്ടാസ്, അതേപോലെ മാറ്റ്പോട്ലിപ്പ്, അങ്ങനെ കുറച്ചിടാം. നോക്കട്ടെ, ഉറപ്പില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്തിടാം, അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. വാട്ട് വാസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് പ്രോട്ടോകോൾ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടോകോൾ ഏതാണെന്ന് അറിയാനാണ്. അപ്പൊ അതിനും നമുക്ക് ഗ്രൂപ്പ് ബൈ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോ ബി എഫ് ഡോട്ട് സോറി ബി എഫ് ഡോട്ട് ഗ്രൂപ്പ് ബൈ ഓഫ് ഏതായിരുന്നു പ്രോട്ടോകോൾ? നോക്കട്ടെ കേട്ടോ. വാല്യൂ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണുണ്ട്. വാല്യൂ കൗണ്ട്സ് യൂണീക്ക് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണുണ്ട്. സെക്കൻഡ് റൺ ചെയ്ത് നോക്കാം. വാല്യൂ കൗണ്ട്സ് അല്ല, ഞാൻ സോഴ്സ് വെച്ചിട്ടൊന്ന് നോക്കട്ടെ. സോഴ്സ് ഓക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പ്രോട്ടോകോൾ ഏതാണ്? HTTP 2 വട്ടം വന്നിട്ടുള്ളൂ, ICMP 4 വട്ടം, TCP 1 വട്ടം, DNS 2 വട്ടം. അപ്പൊ വരുന്നത് ICMP. ചെക്ക് ദ ഇൻട്രോ, ഇതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അതിന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ വരുന്നത് മെയിൻ ആയിട്ടും പാണ്ടാസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പാണ്ടാസിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ അതെ ഈ ഒരു വർക്ക് ബുക്ക് ഡോട്ട് IPYNP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷനിൽ കാണാനായിട്ട് പറ്റും. ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ സെയിം തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഉറപ്പില്ല, ഞാൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പാണ്ടാസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ട്യൂട്ടോറിയൽ ചെയ്യാം. അത് ഇപ്പം ആവത്തില്ല, ഇപ്പം ഞാൻ വർക്കും കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇപ്പം ആവത്തില്ല. എന്നാലും ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പൈത്തണിലെങ്ങാനും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈത്തൺ ജാങ്കോന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഫുൾ സ്റ്റാക്ക് പൈത്തൺ. അപ്പൊ അതിലും എന്നെ കണക്ട് ചെയ്യാം. സൈബർ സെക്യൂരിറ്റി ആൻഡ് പൈത്തൺ ഇതിൽ എന്തുണ്ടെങ്കിലും എന്നെ കണക്ട് ചെയ്യാം കേട്ടോ. സോ യെസ്, നമുക്കിത് ടെർമിനേറ്റ് ചെയ്യാൻ വെറുതെ ടൈം കളയണ്ട. എനിക്ക് വേറെ കുറേ ലാബുകൾ ചെയ്യാനുള്ള സ്റ്റുഡൻസ് ഉള്ളതല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞതാണ് എൻ്റെ. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ ഡേ 2. ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിങ്ക്ഡിനിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. കോഴ്സ് കുറേ പേര് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടായിരിക്കാം, പൈത്തൺ അറിയാത്തവരുണ്ടായിരിക്കാം, പാണ്ടാസ് അറിയാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ പാണ്ടാസിന്റെ ചെറിയൊരു ഇൻട്രോ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. ബൈ, ഹാവ് എ നൈസ് ഡേ. ഇതിപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ, നിങ്ങൾക്ക് ഇത് എത്ര പേര് കാണുന്നുണ്ടെന്നും കൂടി എനിക്കറിഞ്ഞാൽ വളരെ ഹാപ്പി. ബൈ.